ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻറ്റിമേറ്റ് ഹൈജീൻ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ്. ഞാൻ ഓൾറെഡി 2 വീഡിയോസ് വുമൺ ഇൻറ്റിമേറ്റ് ഹൈജീനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മുമ്പ് ചെയ്തതിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സെൽഫ് സ്റ്റിമുലേഷൻ, സ്ത്രീകളിലുള്ള സെൽഫ് സ്റ്റിമുലേഷൻ നമ്മളുടെ പീരിയഡ്സ് വൈകി വരാൻ, ലേറ്റ് ആവാനോ അല്ലെങ്കിൽ പീരിയഡ് ഇറഗുലർ ആവാനൊക്കെ കാരണമാകുമോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുമോ അതുകൊണ്ട് ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ സെൽഫ് സ്റ്റിമുലേഷൻ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. സെൽഫ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു സെക്ഷൽ പ്രഷറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു സെൽഫ് പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രൈവറ്റ് പാർട്സിൽ സ്ത്രീകൾ തന്നെ സ്വയം മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം പാർട്സുകളിൽ ടച്ച് ചെയ്യുകയും ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി, ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു സെക്ഷൽ റിലേറ്റഡ് ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ നമുക്കത് പറയാം. അപ്പോൾ അത് ഹെൽത്ത് വൈസ് എങ്ങനെ അത് നല്ലതാണോ ചീത്തയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് സ്ത്രീകൾക്ക് പീരിയഡ്സിൽ എന്തെങ്കിലും സ്ത്രീകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ഇൻറ്റിമേറ്റ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞാൻ കൂടുതലും അങ്ങനെ സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതലും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോസ് ചെയ്യാത്തത് കൊണ്ട് തൽക്കാലം ഇപ്പം നമുക്കത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാം. ഹെൽത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ പീരിയഡ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പീരിയഡ്സിലൊരു മാറ്റം വരുന്ന രീതിയിൽ ഇറഗുലർ ആവുക, പീരിയഡ്സ് മാറി നേരത്തെ വരിക അല്ലെങ്കിൽ വൈകി വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പൊതുവെ മാസ്റ്റർബേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നില്ല. കാരണം അതെന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അല്ലെങ്കിൽ അത് നമ്മളുടെ മറ്റെന്തെങ്കിലും ഹോർമോണൽ കാരണങ്ങൾ കൊണ്ട് പീരിയഡ്സ് വൈകുള്ളൂ. അല്ലാതെ നമ്മളെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിലും അങ്ങനെ മറ്റ് ഇഷ്യൂസ് കാരണം, മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ട് മാത്രമേ അങ്ങനെ പീരിയഡ്സ് വൈകുക അല്ലെങ്കിൽ നേരത്തെ വരിക അങ്ങനെയുള്ളൂ. അല്ലാണ്ട് സെൽഫ് സ്റ്റിമുലേഷൻ കാരണം കൊണ്ട് പീരിയഡ്സ് അങ്ങനെ വൈകില്ല. പക്ഷേ ഓവറായിട്ട് ചെയ്യാതിരിക്കുക. എന്ത് സാധനവും അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ നമ്മളൊരു സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യുന്നത് ഒരു പ്ലഷറിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമോഷൻ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ടച്ച് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ തൊടുമ്പോഴാണ് നമുക്ക് ഇറിറ്റേഷൻ, ബുദ്ധിമുട്ടുകൾ, വേദന, പ്രശ്നങ്ങൾ, ചില അസുഖങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മളെ ശരീരം തൊട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി മാറാൻ, നമ്മളെ സെൽഫ് ലവിനെ, നമ്മളെ ശരീരത്തിനെ നമ്മൾ തന്നെ സ്നേഹിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും ഒരു പരിധി വരെ. അല്ലെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയിൽ ഫിറ്റ് ചെയ്യുന്ന നല്ല സ്ലിം ആയിട്ടുള്ള സീറോ ഫിഗർ, അങ്ങനെ ഒരു ഫിറ്റിങ് ചെയ്തിട്ടുള്ളൊരു സൈസ്, ഇതാണ് എല്ലാവർക്കും ഇഷ്ടം, നമ്മൾ മോശമാണ്, അങ്ങനെ ഒരു അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറാനൊക്കെ നമുക്ക് ഈ ഒരു സംഭവം നമ്മളെ സെൽഫ് ടച്ചിങ് സഹായിക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മളെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടായിട്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ മാത്രം അതിനെടുത്ത് ചെയ്യുക, അതിനോട് അഡിക്റ്റഡ് ആവാതിരിക്കുക. നമ്മളെന്തും മറ്റ് മോശപ്പെട്ട വീഡിയോസ് കാണുന്നതായാലും എന്ത് കാര്യങ്ങളും നമ്മൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് നമ്മളെ ആരോഗ്യത്തിന് നല്ലത് തന്നെയല്ല. അതെന്തായാലും അത് മോശമായിട്ട് തന്നെ ബാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം, അല്ലെങ്കിൽ ഈ പീരിയഡ്സിൽ വ്യത്യാസങ്ങൾ ചെറിയ രീതിയിലൊക്കെ വരാം. അപ്പോൾ എന്തും ഓവറായി കഴിയുമ്പോഴേ അതിനൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ സെൽഫ് സ്റ്റിമുലേഷനും നമ്മളെ ഹെൽത്ത് റിലേറ്റ് ചെയ്ത്, പീരിയഡ്സ് റിലേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്തത് ഇൻഫെക്ഷനെ കുറിച്ചാണ്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ബാക്ടീരിയയും വൈറസും തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. നമ്മളെ വജൈനൽ ഏരിയയിലും അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് പാർട്സിൽ എവിടെയും നമ്മൾ ഈ ഒരു സംഭവം സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യുന്നത് പൊതുവെ സ്ത്രീകൾ നമ്മളെ കൈ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചില ടോയ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും, ചില ഇൻറ്റിമേറ്റ് ടോയ്സുകളുണ്ട്, അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പം എന്ത് തന്നെ ആയാലും അതൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മൾ ഹൈജീനിൽ വരുന്ന നല്ല വൃത്തിയിൽ, അതൊക്കെ ഓവറായിട്ട് കഴുകുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ അതൊക്കെ കഴുകി സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മളെ കൈയായാലും നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം നമ്മളെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ടച്ച് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല. പിന്നെ ഞാനിങ്ങനെ പല വീഡിയോസിലൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുള്ള ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ചില ഇൻറ്റിമേറ്റ് ടോയ്സ് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് തമ്മിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഒരാൾക്കില്ല, അപ്പോൾ മറ്റേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരികൾ തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള
ഏരിയയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഭയങ്കര അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഹെൽത്ത് ഒരുമാതിരി ഇൻഫെക്ഷൻ മാറും. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സ്റ്റുഡൻസിൻ്റെയൊക്കെ ഹോസ്റ്റൽ ലൈഫിലൊക്കെ കൂടുതലും പറയുന്ന കേട്ടിട്ടുണ്ട്, പുരുഷന്മാരുടെ പെന്നീസിൻ്റെ ഷേപ്പിലുള്ള വെജിറ്റബിൾസൊക്കെ പെൺകുട്ടികൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതും നല്ലതല്ല. നമ്മൾക്ക് വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമ്പോൾ അതിലും നമ്മൾ അണുക്കളും നമ്മൾ ഭയങ്കര നമ്മളെ പ്രൈവറ്റ് പാർട്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഹെൽത്ത് വൈസ് കുറേ ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള അതിന് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഉള്ള ടോയ്സ് മാത്രം വൃത്തിക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് വൈബ്രേറ്റേഴ്സ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ഉപയോഗിക്കാം. നമ്മളെ കൈയായാലും എന്ത് വെച്ചിട്ടായാലും നമ്മൾ സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ നോക്കുക. ഓവർ ആവാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അഡിക്റ്റഡ് ആയിട്ട്, അപ്പോൾ അഡിക്റ്റഡ് ആകുമ്പോഴാണ് നമ്മളുടെ ഫാമിലി ലൈഫിലും ഒക്കെ പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ നമ്മൾ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ എന്ത് കാര്യവും അതൊരു എന്താ പറയുക, ഒരു മിനിമം ബോർഡർ ലൈനിൽ കീപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാണ്ട് ഇതൊരു തെറ്റായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കൈൻഡ് ഓഫ് എന്താ പറയുക, സെക്ഷൽ ആക്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇത് ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് പീരിയഡ്സിലൊക്കെ മാറ്റം വരുമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവുമോ എന്ന് വെച്ചാൽ ഇല്ല. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളുടെ പാർട്ട്ണറായിട്ട് നമ്മൾ ഭയങ്കര ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിരന്തരമായിട്ട് ഏർപ്പെടുകയാണെങ്കിലും നമുക്കങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് തടി വയ്ക്കുക, ഹോർമോണൽ ചേഞ്ചസ് വരിക, അതുമൂലം നമുക്ക് പീരിയഡ്സ് ലേറ്റ് ആകാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും അല്ല ഇതൊന്നും പറയുന്നത്. ചിലർക്ക് ഭയങ്കര പെട്ടെന്ന് ഹോർമോൺ കയറി ഇറങ്ങുകയും അങ്ങനെ ഹോർമോൺ വ്യതിയാനങ്ങൾ പെട്ടെന്ന് വരുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഈ കണ്ടിന്യൂസ് ഇൻറ്റിമേറ്റ് ആക്ട് കൊണ്ട് ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പീരിയഡ്സൊക്കെ വൈകിയേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് നമ്മൾ ഈ സെൽഫ് സ്റ്റിമുലേഷനും ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി വുമൺ ഇൻറ്റിമേറ്റ് ഹൈജീൻ റിലേറ്റ് ചെയ്തിട്ട് 1-2 ടോപ്പിക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇൻറ്റിമസി ആ റിലേറ്റഡ് ടോപ്പിക്കാണ്. പക്ഷേ വുമൺ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പൊതുവേ എൻ്റെ ഈ യൂറിൻ ഇൻഫെക്ഷൻ ആയാലും വജൈനൽ ഇൻഫെക്ഷൻ ആയാലും ഞാനതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തത്. പക്ഷേ സംഭവത്തിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയാം. കാരണം അന്ന് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാനോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ പേടിയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ബയോടെക്നോളജി ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ പഠിക്കുന്ന റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എന്തും പറയാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി ചെയ്യാനോ ട്രൈ ചെയ്ത് നോക്കാനൊന്നും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇത് റിലേറ്റ് ചെയ്ത്. പക്ഷേ ഇതുകൊണ്ട് നമുക്കോ അല്ലെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ലൈഫിലോ നമ്മളെ പാർട്ട്ണറായിട്ടുള്ളതിലോ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇൻഫാക്റ്റ് ഇത് നമ്മളുടെ എന്താ പറയുക, മാരേജ് ലൈഫിൽ കുറച്ചും കൂടെ നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ മേ ബി എൻ്റെ മാരേജ് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡായാലും ഇപ്പോൾ സ്ത്രീ ശരീരത്തിനെക്കുറിച്ച് എൻ്റെ ശരീരത്തിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് എനിക്കാണ് അറിയേണ്ടത്. ഏത് പോയിന്റിലാണ് എനിക്ക് എന്താ പറയുക ഫീലിങ്സ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ലൊരു ഫിസിക്കൽ ആക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഏത് പോയിന്റിലാണ് അല്ലെങ്കിൽ എനിക്ക് എക്സ്റ്റെൻഡിലാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നത്, ഇതൊക്കെ എനിക്കല്ലേ പറയാൻ പറ്റും. ഞാൻ സെൽഫായിട്ട് ചെയ്തിട്ടില്ലാത്തത് കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഇൻറ്റിമസിക്കും നമ്മളെ പാർട്ട്ണറായിട്ടുള്ള ഇൻറ്റിമസി കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തിരിച്ചറിയാനും ബോണ്ടിങ് നമ്മളെ പാർട്ട്ണറായിട്ടുള്ള ഫിസിക്കൽ ബോണ്ടിങ് സ്ട്രോങ് ആക്കാനൊക്കെ ഈ ഒരു സെൽഫ് സ്റ്റിമുലേഷൻ കുറച്ചും കൂടെ നല്ലതാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്.
അതേപോലെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിലൊക്കെ ഇപ്പോൾ ഹസ്ബൻഡായാലും നമ്മളെ ശരീരത്തിലുള്ള പാർട്സ് അവർക്ക് അറിയില്ല ഇതെന്താ സാധനം എന്ന് ചോദിച്ചാൽ പോലും നമുക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ, സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം നമ്മളെ പാരൻസ് ആയാലും പറയുന്നില്ല, നാട്ടിലെ എല്ലാവരും ഒരു മടിയാണ് നമ്മളിപ്പോൾ ആരോടെയും ചോദിച്ചാൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ഹെൽത്ത് വൈസ് നല്ലതാണ്. ഒരു അഡിക്ഷൻ ഇല്ലാതെ എല്ലാം നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്യേണ്ട നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നല്ല അതിൻ്റേതായ രീതിയിൽ മാത്രം ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, ഹൈജീൻ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു ഇൻറ്റിമേറ്റ് വാഷോ, അതിനുശേഷം നമ്മൾ എന്ത് ആക്ട് ചെയ്താലും അതിനുശേഷം നല്ലൊരു ഇൻറ്റിമേറ്റ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. കാരണം ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ പറഞ്ഞ പോലെ അസുഖങ്ങളും ബാക്ടീരിയയും വൈറസും നിറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് കെയർ ചെയ്യുക. പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യമല്ല, അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കെയർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.